ഉയർന്ന താപനിലയിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും, അഖിൽ ഷാൻസാർ കൊല്ലത്ത് വിവരങ്ങളുമായും, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ടെ വിശദാംശങ്ങളുമായും, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നും, എബിൻ ജോസ് തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം നിഖിൽ പ്രമേഷിലേക്കാണ് പോകുന്നത്. നിഖിൽ, സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് പാലക്കാടാണ് കഴിഞ്ഞ ദിവസം. ഇപ്പോഴും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണല്ലോ. എന്തൊക്കെയാണ് ജില്ലയിലെ സാഹചര്യങ്ങൾ? നിഖിൽ. ഉന്മേഷ്, കൊടും ചൂടാണ് എല്ലായിടത്തും. 41 ഡിഗ്രിക്ക് മുകളിലാണ് എല്ലാ വെതർ സ്റ്റേഷനുകളിൽ നിന്നും ലഭ്യമാകുന്ന കണക്കുകൾ. ഇപ്പോൾ 8 മണി പിന്നിട്ടത് 8:25 ആയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ കുടയെടുക്കാതൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആളുകൾ ഇങ്ങനെ വിയർത്ത് കുളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒരു നിലയ്ക്കും ഈ പകൽ സമയത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഒക്കെയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടേക്ക് പുറത്തുനിന്ന് എത്തുന്ന ആളുകളൊക്കെ വളരെ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടിയാണ് ഈ ചൂടിനെ കാണുന്നത്. കാരണം ഇപ്പോൾ വിവിധ വെതർ സ്റ്റേഷനുകളിൽ, ഇപ്പോൾ മുണ്ടൂരിലുണ്ട്, എരുമയൂരിലുണ്ട്, അവിടെയൊക്കെയുള്ള വെതർ സ്റ്റേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള താപനിലയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും 41 ഡിഗ്രിക്ക് മുകളിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഇവിടെയുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവരുടെ ഈ ചൂടിനെ അവർ പ്രതിരോധിക്കുന്നത് എന്നുള്ളത്. ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും ഒക്കെ ഇതിനോടകം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരമാവധി ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി പകൽ സമയങ്ങളിൽ ജോലിക്ക് ഇറങ്ങരുത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ. എന്തായാലും നമുക്കിവിടെയുള്ള ആളുകളോട് ചോദിക്കാം എങ്ങനെയാണ് അവർ ഈ ചൂടിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ളത്. പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചൂടിനൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂട്? ചൂട് ഭയങ്കരമായ ചൂടാണ്, നല്ല ചൂടുണ്ട്. കയ്യും കാലൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളല്ലേ, അപ്പൊ എങ്ങനെയാ അതിനെ പ്രതിരോധിക്കുക പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ പ്രതികരിക്കുക പറഞ്ഞാൽ ഈ ചൂട്ടത്ത് വണ്ടി ഓട്ടം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായ ചൂട്. ഞങ്ങളൊക്കെ 11 മണിയായി പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് പിന്നെ 4-4:30 വരുന്നത്. ഭയങ്കരമായ ചൂടാണ്. ഇല്ല, ചൂട് ഭയങ്കരമാണ്. ഗൾഫിനെ കാട്ടി ചൂടാണ്. കൊള്ളുന്നില്ല. ചൂട് പറഞ്ഞാൽ ഭയങ്കരമായ തളർച്ച. ഇങ്ങനെയുള്ള ആളുകളാണ്, അതായത് സാധാരണക്കാരായിട്ടുള്ള പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെയാണ് ഉന്മേഷ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവർക്ക് പുറത്തിറങ്ങിയേ മതിയാവും, അവരുടെ ജോലിയാണല്ലോ. പക്ഷേ ഈ പകൽ സമയത്ത് ഒട്ടും പറ്റാത്ത സാഹചര്യമാണ്. ജില്ലയിൽ ഒരാഴ്ചക്കിടെ 2 പേർ മരിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഒക്കെ നൽകുന്നത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട്ടെ വിവരങ്ങൾ നൽകിയത്. അഖിൽ ഷാൻസാറുണ്ട് ഇപ്പോൾ കൊല്ലത്തെ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, കൊല്ലത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എന്താണ് ജില്ലയിലെ സാഹചര്യം? ഉന്മേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊല്ലം ജില്ലയിൽ കടുത്ത ചൂട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എത്തുന്ന തരത്തിൽ ചൂട് ഉയരുന്നൊരു സാഹചര്യമാണ് ജില്ലയിൽ ഉള്ളതെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇന്ന് കൊല്ലം ജില്ലയിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യത ജില്ലയിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചൂട് വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായാലും അതുപോലെ പുറത്തിറങ്ങി പണിയെടുക്കുന്നവരായാൽ പോലും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണമെന്നുള്ളൊരു കാര്യം ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ചൂടിങ്ങനെ ഉയരുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ നേരിട്ട് വെയിലേൽക്കുന്നതൊക്കെ ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്. വെള്ളം അധികമായി കുടിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ അതിഗുരുതരമായ സാഹചര്യങ്ങൾ വരെ എത്തിയേക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതരായിരിക്കണം ജനങ്ങൾ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. പ്രത്യേകിച്ച് ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ വെയിൽ അധികം ഏൽക്കാതിരിക്കുക, നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പും ഒക്കെ അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്, ആരോഗ്യവകുപ്പും അത് നൽകുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. സമീർ, വെന്തുരുകുകയാണ് കേരളം, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഉന്മേഷ്, കോഴിക്കോടും ചൂടിന് ഒട്ടും കുറവില്ല. ശക്തമായ ചൂട് തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയർന്നിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. സാധാരണ ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ഇവിടെയൊക്കെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിനോദസഞ്ചാരികളുടെയൊക്കെ സാന്നിധ്യം കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചൂടായതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ ഒഴുക്ക് നമുക്ക് കാണാനാവുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടക്കുന്ന ഭാഗമാണ്. പക്ഷേ ഇപ്പോഴൊക്കെ എല്ലാവരും കളിയൊക്കെ നിർത്തി ഇവിടെ വിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. ചൂട് എങ്ങനെയുണ്ട്? ചൂടായതുകൊണ്ടാണോ കളിയൊക്കെ നിർത്തിയത്? 3 മണിക്കൂർ കളിക്കുന്നതാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കളിച്ച് നിർത്തുകയാണ്. അപാര ചൂടാണ്. ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയില്ല. 2 ആഴ്ചയായിട്ടുള്ള വന്നിട്ട് ഇലക്ഷന് കണക്കായിട്ട് വന്നതാണ് വോട്ട് ചെയ്യാൻ.
ഇവിടെ ചൂടുകൊണ്ട് കളിക്കാൻ കഴിയില്ല. അരമണിക്കൂറുകൊണ്ട് നമ്മൾ കളി നിർത്തി പോവാണ്. അൺസൈക്കബിൾ ആണ്. ഉന്മേഷ്, ഇതാണ് സാഹചര്യം. ശക്തമായ ചൂടിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശരി, ഇപ്പോൾ, കോഴിക്കോടും ഇവിടെയൊക്കെ സമാനമായ സാഹചര്യം. സമീർ സിംഗ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എബിൻ ജോസ് ഉണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. എബിൻ, തൃശ്ശൂർ ജില്ലയിലും ഉഷ്ണതരംഗ സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ എബിൻ? ഉന്മേഷ്, തൃശ്ശൂരിലും ചൂട് വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 40 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് വടക്കാഞ്ചേരി, ചേലക്കര, അതുപോലെ തന്നെ ആ മേഖലകളിലൊക്കെയാണ് ചൂട് വളരെയധികം അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ജില്ലയിലെ ജലസ്രോതസ്സുകൾ വറ്റി വരുന്ന സാഹചര്യമുണ്ട്. പീച്ചി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴ വരണ്ടതോടുകൂടി ഈ മേഖലയിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നുണ്ട്. ചൂട് വർദ്ധിക്കുമെന്നുള്ളതിനാൽ നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ സംസ്ഥാനമൊട്ടാകെ നൽകിയതാണ്. ഈ നിർദ്ദേശങ്ങൾ ജില്ലയിലും കർശനമായി തന്നെ നടപ്പിലാക്കുവാനാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. ഏതായാലും അത്തരത്തിൽ വെയിൽ കൊള്ളാതെ തന്നെ പൊതുജനങ്ങൾ പരമാവധി വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ഈ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ജില്ലയിലെ തീരദേശ മേഖലയിലും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഉന്മേഷ്, ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ MG പ്രതീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടല്ലോ, അത്തരത്തിൽ എന്തെങ്കിലും സർക്കാർ ഏജൻസികളുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ പ്രതീഷ്? ഉന്മേഷ, ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഒരു ഗുരുതര സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും ഒപ്പം ആരോഗ്യ വകുപ്പും പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാടും തൃശൂരും കൊല്ലം ജില്ലകളിലും കഴിഞ്ഞ കുറെ നാളുകളായി വലിയ തരത്തിലുള്ള താപനിലയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ തുടർച്ചയായി താപനില അതേ നിലയിൽ തുടരുന്നതോടെയാണ് ഒരു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി ഈ ജില്ലകളിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 41.8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്ന ഒരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നു. 2016 പാലക്കാട് ജില്ലയിൽ അവസാനമായ ഒരു റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയത്. അന്ന് 41.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന താപനില. ആ ഒരു താപനിലയിലേക്ക് ഇനി വരും ദിവസങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് ഇപ്പോഴുള്ള മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ചെറിയ കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ അടക്കം 11 മണിക്കും 3 മണിക്കും ഇടയിൽ ഈ പുറത്ത് ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നതാണ് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശം. തുടർച്ചയായി ശരീരത്തിൽ താപനില ഏറ്റാൽ അത് ഒരു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നതാണ് നിലവിലെ മുന്നറിയിപ്പ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കടുത്ത ചൂടാണ്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.